നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വിശുദ്ധ ത്രേസ്യാമ്മയെ പോലെ വിശുദ്ധരാക്കപ്പെട്ട കുറച്ച് മനുഷ്യരേ ഉള്ളൂ. എതിരഭിപ്രായങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഗാന്ധിജിയെ കൂടുതൽ അറിയും തോറും ഗാന്ധിജി എങ്ങനെയാണ് സ്വയം വിശുദ്ധരാക്കപ്പെട്ടത് അഥവാ സ്വയം വിശുദ്ധിയിലേക്ക് നടന്നു കയറിയതെന്ന് പ്രേക്ഷകർക്കറിയാം. ആ അർത്ഥത്തിൽ ക്രിസ്തുവും ഗാന്ധിയും തമ്മിൽ ഏകദേശം സാമ്യതകൾ ഉണ്ട് താനും. ഗാന്ധി അഹിംസയുടെ ആശയങ്ങൾ പഠിക്കുന്നതും ക്രിസ്തുവിൽ നിന്നാണ് എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ക്രിസ്തുവിൻ്റെ ബൈബിളും ഖുറാനും അതേപോലെ ഭഗവത്ഗീതയും ഒരേപോലെ കൊണ്ട് നടന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ പള്ളികളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പുൽമേടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷങ്ങളെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരോടൊന്നും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെ ചില വാർത്തകൾ ചിലയിടങ്ങളിൽ നിന്ന് വരുന്നു. ആ വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിയെക്കുറിച്ചാണ്. ഗാന്ധി ഒരിക്കൽ ഇങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഗാന്ധിയുടെ ചെരുപ്പ് ഒരെണ്ണം ഈ തീവണ്ടിയിൽ കയറുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ട്രെയിൻ മുന്നോട്ട് പോയി. ഗാന്ധിക്ക് ആ ചെരുപ്പ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. ഗാന്ധി ഉടൻ തന്നെ തൻ്റെ രണ്ടാമത്തെ ചെരുപ്പും ഈ തീവണ്ടിയിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ കണ്ടുനിന്ന് ഒരാൾ ചോദിച്ചു, ഹേയ്, നിങ്ങളൊരു ചെരുപ്പ് പോയപ്പോൾ രണ്ടാമത്തെ ചെരുപ്പ് എന്തിനാണ് എടുത്ത് പുറത്തിട്ടത്? പലപ്പോഴും നമുക്ക് അങ്ങനെ സംശയം തോന്നും. ഗാന്ധി പറഞ്ഞ മറുപടി ക്ലാസിക് ആയിരുന്നു. ഗാന്ധി പറഞ്ഞു, എന്തായാലും എൻ്റെ ഒരു ചെരുപ്പ് പോയി, ആ ചെരുപ്പിന് തിരിച്ചു കിട്ടില്ല. പക്ഷേ ആ ചെരുപ്പ് കിട്ടുന്നയാൾക്ക് രണ്ടാമത്തെ ചെരുപ്പും കൂടെ കിട്ടിയാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയാലോ? എനിക്കോ ആ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.